നമസ്കാരം. അറിവുകളുടെ എല്ലാം യഥാർത്ഥ ഉറവിടം പ്രകൃതിയാണ്. ഇത് പറഞ്ഞത് വിഖ്യാതനായ ചിത്രകാരൻ ലിയനാർഡോ ഡാവിഞ്ചിയാണ്. കലാലയങ്ങൾ ഇന്ന് പാഠപുസ്തകങ്ങൾക്കും അപ്പുറമുള്ള വിദ്യയ്ക്ക് ഊന്നൽ നൽകുന്ന ഇടമായി മാറുമ്പോൾ അറിവുകളിലും അനുഭവങ്ങളിലും പ്രകൃതി പാഠങ്ങൾ കൂടി ഇഴചേരുന്ന മാതൃക മുന്നോട്ട് വയ്ക്കുകയാണ് മാർനല്ലൂരിലെ ക്രൈസ്റ്റ് നഗർ കോളേജ്. തിരുവനന്തപുരം ജില്ലയിലെ മാർനല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന ക്രൈസ്റ്റ് നഗർ കോളേജ് അക്കാദമിക മികവിനൊപ്പം പ്രകൃതി സൗഹൃദ പ്രവർത്തനങ്ങൾക്കും മുൻഗണന നൽകുന്ന ഒരു മാതൃകാ സ്ഥാപനമാണ്. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കോളേജിലെ വിവിധ ക്ലബ്ബുകളുടെയും പങ്കാളിത്തത്തോടെ പരിസ്ഥിതി സംരക്ഷണവും സുസ്ഥിര വികസനവും ലക്ഷ്യമാക്കി നിരവധി ഹരിത പ്രവർത്തനങ്ങൾ ഇതിനകം നടപ്പിലാക്കിയിട്ടുണ്ട്. മിയാവാക്കി ഫോറസ്റ്റ്, പ്ലാസ്റ്റിക് വിമുക്ത ക്യാമ്പസ്, മഴവെള്ള സംഭരണി, സൗരോർജ്ജ പാനൽ, മാലിന്യ സംസ്കരണം, പച്ചക്കറി കൃഷി, ഔഷധ സസ്യത്തോട്ടം, ഗ്രീൻ ഓഡിറ്റ് എന്നീ പദ്ധതികൾ കോളേജിന്റെ ഹരിത പ്രതിബദ്ധതയുടെ തെളിവുകളാണ്. കൊച്ചുവനങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന് പരിസ്ഥിതിയെ തിരിച്ചുപിടിച്ച് ക്യാമ്പസിന്റെ ജൈവ വൈവിധ്യം നിലനിർത്തുക എന്ന ആശയം മുൻനിർത്തിയാണ് ക്രൈസ്റ്റ് നഗർ കോളേജ് മിയാവാക്കി ഫോറസ്റ്റ് പദ്ധതി ആവിഷ്കരിച്ചത്. വൻമരങ്ങളും ഇടത്തരം മരങ്ങളും ചെറുതും വലുതുമായ വള്ളിച്ചെടികളും കുറ്റിച്ചെടികളുമായി 119ഓളം ഇനങ്ങളിൽ 300-ൽ പരം സസ്യങ്ങളും മരങ്ങളും മിയാവാക്കിയിൽ ഉൾപ്പെടുന്നു. മാലിന്യം മറവിലല്ല, മറിച്ച് ശ്രദ്ധാപൂർവമായ മാനേജ്മെന്റിലാണ് കാര്യമെന്ന് വ്യക്തമാക്കുന്നതാണ് കോളേജിന്റെ മാലിന്യ സംസ്കരണ പദ്ധതി. ജൈവവും അജൈവവുമായ മാലിന്യങ്ങൾ വേർതിരിച്ച് കമ്പോസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം പുനരുപയോഗം എന്ന ആശയം കൂടി കോളേജ് മുന്നോട്ട് വയ്ക്കുന്നു. അതോടൊപ്പം വാത്ത, എമു തുടങ്ങിയ പക്ഷികളുടെ സാന്നിധ്യം ഭക്ഷണാവശിഷ്ടങ്ങളുടെ ശരിയായ നിർമ്മാർജ്ജനത്തിനും സഹായകമാകുന്നു. പ്ലാസ്റ്റിക് വിമുക്ത ക്യാമ്പസ് എന്നതും മാലിന്യ സംസ്കരണത്തിനോടൊപ്പമുള്ള മുദ്രാവാക്യമാണ്. പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിപാലനവുമെല്ലാം പരിസ്ഥിതി സുരക്ഷാ പ്രോട്ടോക്കോളിന് കീഴിലാണ് നടപ്പിലാക്കുന്നത്. ക്രൈസ്റ്റ് നഗർ കോളേജിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളുടെ സമഗ്രമായിട്ടുള്ള ഒരു വികാസമാണ് ലക്ഷ്യമിടുന്നത്. പാഠങ്ങൾ പഠിപ്പിക്കുക എന്നത് മാത്രമല്ല, അവരെ സമൂഹത്തിൽ നല്ല പൗരന്മാരായി ജീവിക്കാൻ പ്രേരിപ്പിക്കുക എന്നതുകൂടി ഞങ്ങൾ ലക്ഷ്യമിടുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാനമായിട്ട് പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും വേസ്റ്റ് മാനേജ്മെൻറ്റ്, പ്രകൃതി സൗഹൃദമായിട്ടുള്ള ഒരു കലാലയ അന്തരീക്ഷം, നിറയെ ചെടികളും പൂക്കളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. പക്ഷികളും അതുപോലെ പക്ഷികൾക്ക് തീറ്റ കൊടുത്ത് വളർത്തുന്ന ഒരു സിസ്റ്റം. പരിസ്ഥിതി ക്ലബ്ബ് അത് സജീവമായിട്ട് കൊണ്ട് നടക്കുന്നു. മിയാവാക്കി ഫോറസ്റ്റ് വളരെ ഭംഗിയായി ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വേസ്റ്റ് വാട്ടർ, അതുപോലെ സോളാറ്, ഗ്രീൻ ഓഡിറ്റ് കൃത്യമായിട്ട് നടത്തുന്നു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്ലെൻലിനെസ്, വൃത്തി, അവരുടെ വ്യക്തി ശുചിത്വവും അതുപോലെ തന്നെ ക്യാമ്പസിൽ അവരുടെ ശുചിത്വവും അതാണ് അവരെ ഭാവിയിലെ കുടുംബത്തിലും രാഷ്ട്രത്തിലുമൊക്കെ നല്ല കുട്ടികളായിട്ട് നല്ല പൗരന്മാരായിട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ ഊർജ്ജസ്വലമായിട്ടുള്ള രീതിയിൽ ഏറ്റവും പ്രകൃതി സൗഹൃദമായിട്ട് കുട്ടികളെ ഒരുക്കിയെടുക്കുക എന്നതാണ് നമ്മുടെ ഒരു പ്രധാന ലക്ഷ്യം. അത് ഏതാണ്ട് വിജയത്തിൽ എത്തുന്നുണ്ട് എന്നുള്ളൊരു ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട് താനും. പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി KECB പദ്ധതി പ്രകാരം 20 കിലോവാട്ട് സൗരോർജ്ജ പ്ലാന്റ് ആണ് കോളേജിൽ സ്ഥാപിച്ചിട്ടുള്ളത്. സമീപ ഭാവിയിൽ ഊർജ്ജാവശ്യങ്ങളെല്ലാം സൗരോർജ്ജം ഉപയോഗിച്ച് നിറവേറ്റുന്നതോടെ കോളേജ് പൂർണ്ണമായും ഹരിത ക്യാമ്പസായി മാറും. ആരോഗ്യ സംരക്ഷണ മേഖലയിൽ ആയുർവേദത്തിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കോളേജിലെ പരിസ്ഥിതി ക്ലബ്ബും പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനുമായി സഹകരിച്ച് ഔഷധ സസ്യത്തോട്ടം എന്ന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ആരോഗ്യ സംരക്ഷണ രംഗത്തെ ആയുർവേദത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് മാർനല്ലൂർ ക്രൈസ്റ്റ് നഗർ കോളേജിലെ നാച്ചുറൽ ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു മെഡിസിനൽ പ്ലാന്റ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനുമായി സഹകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പദ്ധതി ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. 40ഓളം ആയുർവേദ മെഡിസിനൽ പ്ലാന്റുകൾ നമ്മളിവിടെ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നാച്ചുറൽ ക്ലബ്ബാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇതിനു പുറമെ പച്ചക്കറി കൃഷിയും കോളേജിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. മഴവെള്ള സംഭരണിയിലൂടെ ശേഖരിക്കുന്ന വെള്ളം വേനൽക്കാലത്ത് ക്യാമ്പസിലെ ചെടികൾക്ക് ജീവനേകുന്നു. അതോടൊപ്പം കോളേജ് ലാൻഡ്സ്കേപ്പിംഗ് പദ്ധതിയിലൂടെ ക്യാമ്പസിന്റെ സൗന്ദര്യം വർദ്ധിക്കുകയും വിദ്യാർത്ഥികൾക്ക് പ്രകൃതി സൗഹൃദ പഠനാന്തരീക്ഷം നൽകുകയും ചെയ്യുന്നു. തണലിലേക്ക് മാറാൻ എല്ലാവർക്കും കഴിയും, പക്ഷേ തണലായി മാറാൻ ചിലർക്കേ കഴിയൂ. അത്തരത്തിൽ ജീവിക്കാം പ്രകൃതിയെ നോവിക്കാതെ നല്ല തണലുള്ള മനുഷ്യനായി. ഒപ്പം ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി, ഭൂമി മനുഷ്യൻ്റേതല്ല, മനുഷ്യൻ ഭൂമിയുടേതാണ്. നന്ദി.